നമ്മൾ രണ്ടുപേരുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സെക്ഷൽ റിലേഷൻ നേരെ നടക്കുകയുള്ളൂ. ഒരുപാട് പെണ്ണുങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിയമമുള്ള ഒരു നാടാണ് ഇപ്പോൾ. അവരോടൊപ്പം എല്ലാ കാര്യങ്ങളും നടന്നതിന് ശേഷം വന്നിട്ട് അവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിനോട് എനിക്ക് പുച്ഛം മാത്രമേ. മീഡിയയിൽ വന്നിട്ട് ഞാൻ അപമാനിക്കപ്പെട്ടു എന്നൊരു പെണ്ണ് പറയണമെങ്കിൽ അവൾ അത്രത്തോളം വേദന അനുഭവിക്കാതെ ചുമ്മാ പൈസയ്ക്ക് വേണ്ടി മാത്രം പറയുമെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം എൻ്റെ പേരിൽ ആളാവാൻ വേണ്ടി നടക്കുന്നതാണ്. അങ്ങനെ നിങ്ങളിപ്പം പേര് കൊണ്ട് സെലിബ്രിറ്റി ആവണ്ട. അതാണ് അവർ രണ്ടുപേരും 2 ഫേക്ക് അലിഗേഷൻ ഉന്നയിച്ചുകൊണ്ട് വരികയാണ്. ഒന്ന്, ഞാൻ കോടികൾ അമ്മാനമാടുന്ന ഒരുപാട് പേരെ ബ്ലെയിം ചെയ്ത് പൈസ തട്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത്. ഒരു പെൺകുട്ടിയും ഏതെങ്കിലും ഒരു പ്രത്യേക താല്പര്യത്തിന്, പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ അവരെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ആളുകളുടെ സ്വാധീനത്തിൽ വന്ന് ഇത്തരം വൃത്തികേടുകൾ പറഞ്ഞാൽ നിങ്ങളും ശിക്ഷിക്കപ്പെടണം. അതിൽ ഞാൻ ഒരു പെണ്ണിന്റെയും കൂടെ നിൽക്കത്തില്ല. ഒരു ആണിനും, പെണ്ണിനുള്ള പോലെ തന്നെ അഭിമാനവും ആണിനും ഉണ്ട്. അവനും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, വീടുണ്ട്. ഇല്ലാത്തൊരു കാര്യം നമ്മൾ ഉണ്ടാക്കി പറഞ്ഞ് ഈ സമയത്ത് കയ്യടി മേടിക്കാനാണെങ്കിൽ പൊന്നു പെമ്പിള്ളാരെ, അതൊന്നും ഇവിടെ നടക്കില്ല. അത് അങ്ങനെ ചെയ്യാൻ ചെയ്തത്. പിന്നെ ഞാനിപ്പോൾ ആ പറഞ്ഞ ആളോട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഏതെങ്കിലും തരത്തിൽ ഞാൻ പറഞ്ഞൊരു സാധനം ഈ ഏതെങ്കിലും ഒരു മാഫിയയിൽ ആരെങ്കിലും ആയിട്ട് എനിക്ക് ഏതെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ അന്ന് എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് ഞാൻ ഈ നാടേ വിട്ടു പോയി തരാം. ഇല്ലാത്ത കാര്യങ്ങൾ അത് എല്ലാവരും അടച്ച് ഒരുമിച്ച് പറയരുത്. 10 പെണ്ണുങ്ങൾ വന്ന് ഒരു കംപ്ലൈന്റ് പറഞ്ഞാൽ 10 പേരെ നിങ്ങൾ ഒരേ നുഖത്തിൽ കെട്ടാൻ നിൽക്കരുത്. അവർക്ക് പല പല അവസ്ഥകളായിരിക്കും അവർ വന്ന് പറയുന്നത്. എനിക്കറിയില്ല. ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇവിടെ ചർച്ച ചെയ്യണമെന്നും നമ്മുടെ പെമ്പിള്ളാർക്ക്, അത് പ്രത്യേകിച്ച് ചലച്ചിത്ര മേഖലയിൽ ഞാൻ കൂടുതൽ നിൽക്കുന്നത് കൊണ്ട് ആ മേഖലയിലുള്ള വിഷയങ്ങൾ മനസ്സിലാക്കി സുരക്ഷിതമായിട്ട് പെൺകുട്ടികൾക്ക് പോയി അവരുടെ വർക്ക് ചെയ്ത് നമ്മുടെ തൊഴിലിടം സേഫ് ആയിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞൊരു സാധനത്തിന് പിടിച്ചു പോയി ഒരു FIR ഇടിക്കുന്നതിൽ വരെ സമൂഹം കൊണ്ടെത്തിച്ച് നിർത്തിയിരിക്കുകയാണ്. ഞാനിത് മനഃപൂർവ്വം പോയിട്ട്, അദ്ദേഹം എൻ്റെ സുഹൃത്തു കൂടെയാണ്. അദ്ദേഹം അന്ന് മാപ്പ് പറഞ്ഞതിന് ശേഷം സോഷ്യൽ വർക്കിന് പല കുടുംബങ്ങളെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. ഞാനുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പൊ പോലും ഞാൻ അദ്ദേഹത്തിനെതിരെ പോയിട്ട് അദ്ദേഹത്തിനെ നാളെ ജയിലിൽ കയറ്റി ശിക്ഷിച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് കുറെ നഷ്ടപരിഹാരം ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു. പക്ഷെ തെറ്റെൻ്റെ സുഹൃത്തായാലും അന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതിന് എനിക്കൊരു മടിയില്ല. അതിന് എൻ്റെ അച്ഛനായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് തന്നെ ഞാൻ പറയും. ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, നമ്മൾ ഈ സിനിമയിലും മറ്റ് ഏത് രംഗത്തായിരുന്നാലും ഉള്ളൊരു സംഭവമാണ്. അതായത് ഒരു സ്ത്രീയോട് ഒരു പുരുഷൻ സെക്സിന് താല്പര്യമാണ്, സഹകരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ താല്പര്യമുള്ളവർ ഉണ്ടെന്ന് പറയും, ഇല്ലാത്തവർ മാറിപ്പോകും. ഈ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സഹകരിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഓരോ വർത്തമാനങ്ങൾ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വരുമ്പോൾ ഇത് നല്ല അവസരമാണ്, ഇപ്പൊ എടുത്ത് ചാടാം, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവൻ എന്ന് പറയുന്ന വിഗ്രഹം തറ വീഴുന്ന് ഉടഞ്ഞോളും എന്ന് പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്? അത് ഭയങ്കര ഫേക്കാണ്. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സെക്ഷൽ റിലേഷൻ നേരെ നടക്കുകയുള്ളൂ. അല്ലാത്ത റേപ്പൊക്കെ നമ്മൾ ശരിക്കും ഡോക്ടേഴ്സ് പറയണത്, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു റേപ്പ് അറ്റംപ്റ്റ് വന്നാൽ പോലും നമ്മൾ ശ്വാസം മുട്ടി മരിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ എതിർക്കുമ്പോൾ അതുകൊണ്ടാണ് കൊച്ചു കുട്ടികൾക്ക്, അവർക്ക് ഇത് അറിയാത്തതുകൊണ്ടാണ് അവർ എതിർക്കുമ്പോഴാണ് കൊച്ചു കുഞ്ഞുങ്ങൾ വേഗം മരിച്ചു പോകുന്നത്. അപ്പം ഏതൊരു സ്ത്രീയും, അതുകൊണ്ടാണ് വയസ്സായ അമ്മമാരും അവരത് നമ്മൾ പറയുമല്ലോ, എൻജോയ് ചെയ്യാൻ അവർക്ക് പറ്റുമോ? വയസ്സായ ആൾക്കാർ അപ്പം മരിച്ചു പോകും, കുഞ്ഞുങ്ങൾ മരിച്ചു പോകും. കാരണം അവർ എതിർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്വാസം ഒറ്റയടിക്ക് നമുക്ക് നിലയ്ക്കുമെന്നാണ് പറയുന്നത് ഡോക്ടേഴ്സ്. പെൺകുട്ടികൾ എന്താ ചെയ്യുന്നത്? അങ്ങനെ ഇവിടെ ഒരുപാട് പേർ റേപ്പ് ചെയ്യപ്പെട്ട് ആരും മരിച്ചതായിട്ട് എനിക്കറിയത്തില്ല. കൺസെന്റോട് കൂടി പോയി ചെയ്യുന്ന ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിൽ പിന്നെ പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവൻ എന്നെ പീഡിപ്പിച്ചു അങ്ങനെ പറയുന്നതിനോട് എനിക്ക് അത് നിയമവ്യവസ്ഥയും തിരിച്ച് അതിന്റെ പേരിൽ പുരുഷന്മാരെ ഒരുപാട് പീഡിപ്പിക്കും. കാരണം സാഹചര്യ തെളിവുകൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കോടതിയും ബുദ്ധിപരമായിട്ട് ഇപ്പോഴത്തെ ഒരു ഇതിൽ നടക്കുകയുള്ളൂ. കാരണം ഇതേപോലെ വന്ന് പറയുന്ന ഒരുപാട് പെണ്ണുങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിയമമുള്ളൊരു നാടാണിപ്പോൾ. പക്ഷെ അത് മിസ്യൂസ് ചെയ്യാൻ പെൺകുട്ടികളും പാടില്ല. നമ്മുടെ കൺസെന്റ് ഉണ്ട്, നമ്മൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, നമ്മൾ അവരോടൊപ്പം ചുറ്റി അവരോടൊപ്പം എല്ലാ കാര്യങ്ങളും നടന്നതിന് ശേഷം വന്നിട്ട് അവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിനോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരിക്കലും ഒരു പെൺകുട്ടി വരും. അതല്ല, നിങ്ങളെ കൺസെന്റ് ഇല്ലാതെ ഒരുത്തം നിങ്ങളെ തൊട്ടിട്ടുണ്ടെങ്കിലോ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലോ ചാൻസ് തരാന്ന് പറഞ്ഞ് നിങ്ങളെ ഈ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ട് പിന്നെ നിങ്ങളെ തിരിഞ്ഞു നോക്കാതെയോ ഇതിന്റെ പേരിൽ നിങ്ങൾ സെക്ഷൽ ടോർച്ചറിങ് ചെയ്യുകയോ നിങ്ങളുടെ ഫോട്ടോ ഇതുപോലത്തെ ന്യൂഡ് ഫോട്ടോസ് എടുത്തിട്ട് നിങ്ങളെ പിന്നെ ഭീഷണിപ്പെടുത്തുമെന്ന് പറയുക, അല്ലെങ്കിൽ നിങ്ങളെ കുടുംബക്കാർക്ക് അയക്കുമെന്ന് പറയുക, അല്ലെങ്കിൽ പഴയ ചാറ്റ്
അയക്കുമെന്ന് പറയും. ഇതേപോലുള്ള ത്രെട്ടനിങ് സാധനങ്ങളൊക്കെ വരുന്നെങ്കിലാണ് നിങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യേണ്ട. അല്ല നിങ്ങൾ രണ്ടുപേരും പണ്ട് കമ്പനി ആയിരുന്നു, നിങ്ങൾക്ക് സിനിമയ്ക്ക് ചാൻസിന് വേണ്ടി നിങ്ങൾ കൂട്ടായി, നിങ്ങൾ രണ്ടുപേരും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ വന്നിട്ട് ഒരു സ്ത്രീയും പറയരുത്. അതിൽ ഞാൻ സ്ത്രീകളോട് പൂർണ്ണമായിട്ടും വിയോജിക്കുകയാണ്. പുരുഷന്മാർക്കും നമ്മളെപ്പോലെ തന്നെ അവർക്കും ഫാമിലി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരാൾ അതിലേക്ക് വലിച്ചിടുമ്പോൾ നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ ചോദിക്കണം 100% നിങ്ങൾ കറക്റ്റ് ആണോ എന്നിട്ട് വേണം ഒരാൾക്കെതിരെ ഒരു അലിഗേഷൻ പറയാൻ. സോണിയ മൽഹാർ എന്ന് പറയുന്ന ചലച്ചിത്ര നടിയും സാമൂഹിക പ്രവർത്തകയും ചാരിറ്റിയൊക്കെ ഒരുപാട് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒക്കെ സോഷ്യൽ ആക്ടിവിറ്റീസുമായിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ടും ഏതെങ്കിലും ഒരു ചലച്ചിത്ര രംഗത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രംഗത്തുള്ള ഏതെങ്കിലും സ്ത്രീകൾ ചേച്ചി ഞാനിങ്ങനെ അപമാനിക്കപ്പെട്ടു അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു സെക്ഷൽ ഹരാസ്മെന്റ് ഉണ്ടായി എന്ന് അങ്ങനെ തുറന്നു പറച്ചിലുകൾ ആരെങ്കിലും രഹസ്യമായിട്ടൊക്കെ പറഞ്ഞു? ഇഷ്ടം പോലെ ഞാനൊരു വലിയ വേറൊരു സംവിധായകന്റെ ലൊക്കേഷനിൽ പോയപ്പോഴത്തേക്കും ഞാൻ അതിൽ അഭിനയിക്കുന്നതാണ്. എനിക്ക് മോശമായിട്ട് അനുഭവം കിട്ടിയില്ല. പക്ഷെ എൻ്റെ അടുത്ത് അന്ന് ചെറിയ കുട്ടികൾ അവിടെ അഭിനയിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു പക്ഷെ മെച്യൂർഡായ കുട്ടികളാണ്, എന്നാലും ഒരു 20-22 ഉള്ളൂ, കല്യാണം പോലും കഴിക്കാത്ത കുട്ടികൾ. അതിൽ 2 പേര് വന്നിട്ട് അതിൽ ഒരാൾ എന്നോട് പരാതി പറഞ്ഞു, ഇങ്ങനെ ഡയറക്ടർ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അവരോട് പറയാം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, നിങ്ങൾക്ക് ഈ സിനിമയിൽ നിൽക്കണം, ഇങ്ങനെ ചെയ്താലേ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് നിങ്ങളുടെ ശരികേടാണ്, ഞാൻ അതിന് നിൽക്കത്തില്ല. ഞാൻ എൻ്റെ ഒരു കൂടപ്പറപ്പിനെ പോലെ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ഇത്തരം കാര്യം ചെയ്തിട്ട് നിങ്ങൾക്ക് അഭിനയം അതായത് ആ ചാൻസ് ആ വേഷം നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യരുത്. പിന്നെ നിങ്ങളുടെ കൺസെന്റ് ഉണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ വലിയ മെച്ചുവേർഡായ പിള്ളേരാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, ഇന്ന് നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇന്നൊരു ദിവസം ഇങ്ങനെ ആയാൽ നാളെ ഒരു ഡയറക്ടർ വിളിക്കുമ്പോഴും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ തുണി ഉരിയേണ്ട ഒരു അവസ്ഥ വരുമെന്ന് തന്നെ പച്ചയ്ക്ക് തന്നെയാണ് പറഞ്ഞത്. കാരണം ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, മക്കളെ നിങ്ങളിപ്പോൾ നോ പറയുമ്പോൾ ചിലപ്പോൾ അയാൾ ഈ സീനിൽ നിന്ന് നിങ്ങൾ വെട്ടി കളയുമായിരിക്കും, എന്നാൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല, നല്ല പടം കിട്ടും എന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത്. അപ്പോഴാ കുട്ടികൾ പറഞ്ഞ് 2 ദിവസം അഭിനയിച്ച് ഇനിയിപ്പോൾ ഇതിങ്ങനെ ആയാലും എങ്ങനെയാണ് അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ ആ കുട്ടികളോട് ഞാൻ പറഞ്ഞ ഉപദേശം ഇതേപോലെ ഡയറക്ടറോട് എന്ന് പറഞ്ഞു കൊടുത്ത്. സോണിയ ചേച്ചി പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്, ആലോചിക്കണം അങ്ങനെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ഞാനുമായിട്ട് ഒരു സംസാരത്തിൽ ഇതായി. പുള്ളി അപ്പം ഞാൻ ഈ പിള്ളേരെയൊക്കെ ഞാൻ മോശക്കാരി ആയതായിട്ടാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം പലരോടും ഞാൻ കുഴപ്പക്കാരിയാണെന്നുള്ള ലേബലിൽ സംസാരിച്ചെന്നും ഒക്കെയാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ പിന്നെ അത്തരം ഇതിലേക്ക് പിന്നെ പോകാത്തതെന്ന് വെച്ചാൽ അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല, നേരിട്ട് ബാധിക്കാത്തത് കൊണ്ടാണ്. കാരണം വേറെ പെൺകുട്ടികളാണ്, അവരുടെ പേരോ ഇപ്പം നമ്മൾ ആ ഡയറക്ടറുടെ പേരോ ഒക്കെ പറഞ്ഞാൽ ഈ കുട്ടികളാരും ചിലപ്പോൾ വന്നിട്ട് നമുക്ക് കേസില്ല, നമ്മളന്നൊരു പെൺപിള്ളേരായാലും അറിയാൻ പറ്റില്ല നിൽക്കുന്ന നിപ്പിൽ നമ്മൾ പറഞ്ഞു. സോണിയ ചേച്ചിയോടും ചോദിച്ച് ഞാൻ പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നേരിട്ട് 100% ഉറപ്പില്ലാത്തൊരു കാര്യം ഇപ്പോൾ പറയാൻ പറ്റാത്തതുണ്ട്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ചില കുട്ടികൾ പോയിട്ട് വന്ന് പെട്ടിട്ട് പറയും. അപ്പം ഞാൻ പറയും, മക്കളെ എൻ്റെ നമ്പർ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ഉണ്ട്, നിങ്ങൾ പോണതിന് മുമ്പ് ഒരു വാക്ക് നിങ്ങളുടെ സുഹൃത്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു ചേച്ചിയാണ്, നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കണ്ടേ ഇന്ന ലൊക്കേഷനിൽ പോവുകയാണ്, നമുക്ക് എന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കണോ എന്താണെന്ന് ചോദിക്കാം. നിങ്ങൾ പോയി പെട്ടിട്ട് വന്നിട്ട് നിങ്ങളിങ്ങനെ കരഞ്ഞാൽ എനിക്ക് വേറെ മാർഗ്ഗമില്ല പറയാൻ എന്ന് പറഞ്ഞ സങ്കടങ്ങളുണ്ട്. അപ്പം ഞാൻ എപ്പോഴും മക്കളോട് പറഞ്ഞുകൂടി, എൻ്റെ കേക്ക് പെൺകുട്ടികളില്ല, എനിക്ക് അനിയത്തിമാരും ചേച്ചിമാരും ഇല്ല, എൻ്റെ സഹോദരൻ്റെ ഭാര്യമാരൊക്കെയാണ് എൻ്റെ കൂട്ട്, 2 നാത്തൂമാരാണ്, 2 ആങ്ങളമാരാണ്. അപ്പം അതേപോലെ എനിക്ക് 2 ആൺകുട്ടികളാണ്, എനിക്ക് 2 പെൺകുട്ടികൾ വന്നു കയറാനുള്ളത് അവർ വലുതാകുമ്പോൾ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പെൺകുട്ടികളെ സമൂഹത്തിൽ അത്ര ഇതായിട്ട് കാണുന്നത്. രണ്ടുപേരുടെ കൺസെൻറ്റോടെ എന്തോ ആവട്ടെ, അതല്ല നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത്. അല്ലാതെ ഉള്ള ഏതൊരു ശ്രമവും നമ്മളെ ഒരാൾ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയി അവർക്ക് വഴങ്ങി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് മോശമാണ്. നമ്മളെ ഇഷ്ടത്തോടെ ഓക്കെ, അത് വേറെയാണ്. അപ്പം ഇതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അതേപോലെ ചാൻസിന് വേണ്ടിയിട്ടായാലും കുട്ടികൾ, സിനിമ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു നമ്മളെ ആൻസൈറ്റിപ്പെടുത്തുന്ന ഒരു സാധനമാണ്. സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ആ സിനിമയിൽ എങ്ങനെയും വരണമെന്ന്. പക്ഷേ സിനിമയിൽ നമുക്ക് കഴിവ് മാത്രം പോരാ, നമ്മളെ കൈപിടിക്കാൻ ആൾ വേണം, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾ വേണം, എങ്കിലേ വളരാൻ പറ്റൂ. അതെല്ലാം ഞാനും എൻ്റെ അനുഭവത്തിലൂടെ പഠിച്ചതാണ്. നമുക്ക് അഭിനയിക്കാൻ അറിഞ്ഞുകൊണ്ട് മാത്രം ചിലപ്പോൾ നമ്മൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഒട്ടും അഭിനയിക്കാൻ അറിയാത്തവരും ഇവിടെ വലിയ രീതിയിൽ വാഴുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു നിയോഗം അല്ലെങ്കിൽ ഒരു വിധി അല്ലെങ്കിൽ കൈപിടിച്ചുയർത്താൻ ഒരു നല്ല എന്താ പറയുക ഒരു ഗുരുവിൻ്റെ തുല്യ ഒരാളുണ്ടാവണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സിനിമയിൽ വിജയിക്കാൻ പറ്റും. പിന്നെ പുതിയ വരുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞതുപോലെ അവനവൻ്റെ ഒരു ഡിസിഷൻ അത് ആ ഒരു കറക്റ്റ് ടൈമിൽ എടുത്തില്ലെങ്കിൽ പാളിപ്പോകും. നിരവധി അനുഭവങ്ങൾ സാറേ, ഒരുപാട് അനുഭവങ്ങളിലൂടെ ഞാൻ പോയിട്ടുണ്ട്. ഈ WCCയുടെ നിലപാടുകൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് അതിലുള്ള എല്ലാ നടിമാരെയും ബേസിക്കലി പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ആക്ടിങ്ങും അവരെ കാണാനും ഭയങ്കര സുന്ദരികളായിട്ടുള്ള, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഒത്തിരി നന്നായിട്ട് സംസാരിച്ച് സമൂഹത്തെ അങ്ങനെ പതപ്പിച്ച് നിർത്താൻ പറ്റും നല്ല കുട്ടികളാണ്. അവരെല്ലാം എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. അതിൽ 1-2 പേരോടൊപ്പം ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ
ഇവരുടെ ഒരു ഇരട്ടത്താപ്പ്. ഇപ്പൊ ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞ പോലെ ചേച്ചിയുടെ എല്ലാ നിലപാടുകളും എനിക്ക് ശരിയാണോ എന്നുള്ള അഭിപ്രായം ഞാൻ അത്രയും പഠിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ചേച്ചി പറയുന്ന ചില കാര്യങ്ങൾ സത്യമുണ്ട്. ചില പ്രത്യേക ആളുകൾക്ക് വേണ്ടി മാത്രം ഒരു ഒത്തൊരുമ, അവർക്ക് വേണ്ടി മാത്രം വാളെടുക്കാൻ എല്ലാവരും ഒരുമിച്ച്, പിന്നെ അവരെന്നും കാണാനില്ല. ഇപ്പം പെൺകുട്ടികൾ നിലവിളിയോട് നിലവിളി. എത്ര പെൺകുട്ടികളാണ് വന്ന് എനിക്ക് അതിൽ ഈവൻ നമ്മുടെ കേസിന്റെ 100% ജനുവിനൊക്കെ കോടതിയാണ് നിരീക്ഷിക്കേണ്ടത്. എന്നാൽ പോലും ഒരു പെൺകുട്ടി പബ്ലിക് മീഡിയയിൽ വന്നിട്ട് ഞാൻ അപമാനിക്കപ്പെട്ടു എന്നൊരു പെണ്ണ് പറയണമെങ്കിൽ അവൾ അത്രത്തോളം വേദന അനുഭവിക്കാതെ ചുമ്മാ പൈസയ്ക്ക് വേണ്ടി മാത്രം പറയുമെന്ന് എനിക്ക് അത്ര അങ്ങനെ തോന്നുന്നില്ല. മേ ബി ഒന്നോ രണ്ടോ വിഷയങ്ങൾ ഉണ്ടാവാമായിരിക്കാം അത് ഇപ്പോഴത്തെ അവസ്ഥയിലൂടെ നമുക്ക് നോക്കുമ്പോൾ. പക്ഷേ WCCയുടെ മൗനവും തുറന്നു പറയേണ്ട സ്ഥലത്ത് തുറന്നു പറയാതിരിക്കുകയും, അവര് വലിയൊരു സംഭവമാണ്, അവര് മാത്രം എല്ലാ ഫെസിലിറ്റിയും ഉള്ള, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ രഹസ്യമൊഴി കൊടുക്കുന്നു, അവരെ കാര്യങ്ങളൊന്നും വെളിയിൽ വരുന്നില്ല. അതിലൊരു പെൺകുട്ടിയെ പബ്ലിക്കായിട്ട് WCCയിലെ ഒരു മെമ്പറിനെ ഒരാൾ റേപ്പ് ചെയ്തിട്ടുണ്ടെന്നൊരു മീഡിയയിൽ അവർ തന്നെ പറയുന്നു. റേപ്പ് ചെയ്ത ആളിന്റെ പേര് ഇതുവരെ ഏതെങ്കിലും മീഡിയയിൽ അവർ പറയാൻ, അത് നട്ടല് നിലപാടെന്നൊക്കെ അവരെ വാഴ്ത്തുമെങ്കിലും അവരിതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ ബംഗാളി നടി അടക്കം വന്നിട്ട് ധൈര്യപൂർവ്വമാണ് പറയുന്നത്, കേരളത്തിന്റെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്റെ കൺസെന്റ് ഇല്ലാതെ എന്നെ ഇതേപോലെ ബുദ്ധിമുട്ടിച്ചു എന്ന് അവർ വന്ന് പറയാണ്. അപ്പോ നമ്മളിവിടെ നട്ടലുണ്ടെന്നൊക്കെ പറഞ്ഞ് ഘോരം വിളിക്കുന്ന ഒരു നടികൾക്ക് നട്ടലില്ല എന്നുള്ളത് WCC ഒരു 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 ആവേശത്തിന്റെ പുറത്ത് കെട്ടിപ്പടുത്തൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് നിലപാടുണ്ടെങ്കിൽ അവർ ആ ഉറച്ച നിലപാടിൽ നിന്ന് എല്ലാ പെൺകുട്ടികളുടെയും മാനത്തിന് വേണ്ടിയിട്ട് അവരിറങ്ങും. അല്ലാതെ ഇപ്പൊ അതിനകത്ത് തന്നെ ഒരു ലേഡി ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിരുന്നു, അവർ പറയുന്നത് നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്ത കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഇപ്പൊ വന്നു അവർ പറയുന്ന കേൾക്കുമ്പോൾ വിഷമമുണ്ട്, അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ അവർ നമ്മളെ സമീപിച്ചാൽ കൊടുക്കുമെന്ന്. വളരെ ദയുണ്ട്. കഷ്ടമാണ് ചേച്ചി, കഷ്ടം. കാരണം എന്ന് വെച്ചാല് നിങ്ങൾ പെണ്ണാണ്, നിങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യത്തിന് വിമൻ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം തുടങ്ങുന്നു, സംഭവം തുടങ്ങുന്നു, സിനിമയായിട്ട് നിൽക്കുന്നു. സിനിമാ മേഖലയിൽ അസിസ്റ്റന്റ് ഡയറക്ടർമാർ ഉൾപ്പെടെ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉൾപ്പെടെ, പെൺകുട്ടികളുടെ കാര്യമാണ്, അഭിനയിക്കുന്നവരുൾപ്പെടെ പല രീതിയിലുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ സമൂഹത്തിൽ തുറന്നു പറഞ്ഞു. നിങ്ങൾ എത്ര പെൺകുട്ടികളെ വിളിച്ചു? നിങ്ങൾ ആരോട് നിങ്ങളെ തിരക്കി വരണോ? നിങ്ങളെ നമ്പർ വിളിച്ചാൽ പോലും നിങ്ങളെ മാനേജർ, പിന്നെ അസിസ്റ്റന്റ് മാനേജർ എല്ലാവരെയും വിളിച്ചാലേ നിങ്ങളെ അടുത്തേക്ക് എത്താൻ പറ്റും. എത്ര പേരുടെ നമ്പർ WCC പബ്ലിക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു പൊതു മീഡിയത്തിൽ? നിങ്ങൾ പൊതുസമൂഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ പറയുന്നത് ചലച്ചിത്ര മേഖലയിൽ. ഈ നമ്പറിലേക്ക് നിങ്ങൾ ഏതെങ്കിലും സൈറ്റിൽ നിങ്ങളെ കോൺടാക്റ്റുള്ള നമ്പറോ വിളിച്ചാൽ എടുക്കുമോ? എൻ്റെയൊക്കെ നമ്പർ 10-12 വർഷമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലുണ്ട്. എൻ്റെ സ്വന്തം നമ്പർ ഹെൽപ്പ് ലൈനായിട്ട് ഇട്ടിരിക്കുക. കാരണം പൊതുജന സേവനം എന്ന് പറയുമ്പോൾ എൻ്റെ നമ്പറിലേക്ക് ആളുകൾ വിളിച്ച് ബുദ്ധിമുട്ടും. ഞാൻ വലിയ സെലിബ്രിറ്റിയാണ്, എന്നെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂലെന്നല്ല ഞാൻ വിചാരിക്കണം. ഏത് ഉറക്കത്തിലും എന്നെ തിരക്കി ഒരു കോള് വന്ന ഉറക്കം കളഞ്ഞാലും കുഴപ്പമില്ല, അവർക്കൊരു സഹായം എത്തിക്കണം എന്നുള്ള മനസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ വലിയ സംഘടന തുടങ്ങിയിട്ട് കോണ്ടാക്ട് ചെയ്യാനില്ല, നിങ്ങൾ ആരെയും വിളിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ നിങ്ങളെ കാലിൻ്റെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അന്വേഷിച്ചാൽ മാത്രം WCC തരുമെന്നാണ്. അതൊക്കെ ഭയങ്കര വിരോധാഭാസമായിട്ട് തോന്നി. ഇപ്പൊ ഈവൻ പറയുന്ന പോലെ എൻ്റെ നമ്പർ എവിടെ വേണോ നിങ്ങൾക്ക് തപ്പിയാൽ കിട്ടുന്നതേ ഉള്ളൂ സോഷ്യൽ മീഡിയയിലല്ല. പക്ഷെ എന്നെ ഒരാൾ പോലും ഇതിനകത്തുനിന്ന് വിളിച്ചൊരു ഐക്യദാർഢ്യം, ഇനി ഞാൻ പെണ്ണാണെന്ന് ഞാൻ സമ്മതിച്ചേനെ, അവർ എന്നെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ അവർ ചോദിക്കണം, സോണിയ നിങ്ങൾ ഈ പറയുന്നത് വളരെ തെറ്റാണ്, ഞങ്ങളുടെ സുഹൃത്താണ് ഇന്ന ആള്, ഇന്ന നടൻ, ആ നടനെതിരെ നിങ്ങൾ ആരോപണം ഉന്നയിച്ചാൽ ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നു, എന്താണല്ലോ സത്യസ്ഥിതി എന്നെങ്കിലും ചോദിച്ചിട്ട് വിമർശിക്കാനെങ്കിലും വിളിക്കണ്ടേ? സപ്പോർട്ടേ പോട്ടെ. അതുകൊണ്ട് ഈ WCC എന്നെ സംബന്ധിച്ച് അതിലൊന്നും പ്രത്യേകിച്ച് ഒരു ഇതും എനിക്ക് വിലയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ എടുത്തൊരു ഡിസിഷൻ ഉണ്ട്. അവർ കുറച്ച് പെണ്ണുങ്ങൾ ഒരു കൂട്ടായിട്ട് നിന്ന് ഗവൺമെന്റിനോട് പോയി സംസാരിക്കാനും അതിന്റെ പേരിൽ ഇവിടെ ചലച്ചിത്ര മേഖലയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വെക്കാനും അതിലൊരു അന്വേഷണം വെക്കാനും ഒക്കെ അത് നമ്മൾ ഇല്ല എന്ന് പറയുന്നില്ല, അതുണ്ട്. പക്ഷെ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കൂല. നിങ്ങൾക്ക് ഇനിയും ചാൻസ് വരും, നിങ്ങൾക്ക് ഇനിയും പലരെയും പേടിക്കാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ നിങ്ങളുടെ വയറ്റിപ്പഴപ്പ് പോകും. അത് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു നിലപാടും ഇല്ല. WCC എന്ന് പറയുന്ന മൊത്തത്തിലുള്ള ഒരു സംഘടനയ്ക്ക് സൊസൈറ്റിയോട്, നിങ്ങളിൽ കുറച്ച് പേർക്ക് നിലപാടുകൾ ഉണ്ടാവും, അത് നിങ്ങളുടെ പൊതു നിലപാടാണ്. നിങ്ങൾക്ക് സൊസൈറ്റിയോട് എന്ത് നിലപാടാണ് ഉള്ളത്? ഒരു നിലപാടും ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല. പൊതുസമൂഹത്തിലെ വിഷയത്തിൽ അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയിലെ പെണ്ണുങ്ങളുടെ വിഷയത്തിൽ പോലും നിങ്ങൾ ഇടപെടുന്നില്ല. നിങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റ്, സീനിയർ ആർട്ടിസ്റ്റ്, സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ്, നിങ്ങൾ വലിയ സെലിബ്രിറ്റി നടികൾ, ഇങ്ങനെ നിങ്ങൾ ഇപ്പോഴും കാറ്റഗറൈസ് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ എവിടെയാണ് സമത്വം പറയുന്നത്? എന്ത് തുല്യനീതിയാണ് പറയുന്നത്? അതുകൊണ്ട് എനിക്ക് ഈ അമ്മയിൽ പോയ അല്ലെങ്കിൽ അമ്മയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ കുറച്ച് WCCയിലേക്ക് പോയിട്ട് അവർ ക്യാമരും മറ്റൊരു മോശം അങ്ങനെയൊന്നുമില്ല. അമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. അവിടെയും അതിനകത്തും പുഴുക്കുത്തുകളുണ്ട്. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പം തന്നെ പലരും എന്നെ ബ്ലെയിം ചെയ്യുന്നു. സോണിയ മൽഹാന്റെ തുറന്നു പറച്ചിലോടുകൂടി ഇത്തരം സംഘടനകൾ താഴോട്ട് പോയി. ഞാൻ പറഞ്ഞ ഒരിക്കലും അല്ല, ഞാൻ ഒരു നിമിത്തം മാത്രമാണ്. നിങ്ങൾ തന്നെ അതിന്റെ ഓരോ കാലമായിട്ട് പിഴുത് മാറ്റി ആ സിംഹാസനം താഴെ പോവും. ഞാൻ എന്ത് കഴിച്ച്? അപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നിങ്ങളൊക്കെ ഒരുപാട് അഹങ്കരിച്ചു പലരും.
പണം കൊണ്ടും പദവി കൊണ്ടും സെലിബ്രിറ്റി സ്റ്റാർഡം കൊണ്ടും നിങ്ങളെ നമ്മൾ ഒരുപാട് ആരാധിച്ചു, വിശ്വസിച്ചു, സ്നേഹിച്ചു. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ ചെകുത്താൻ്റെ പരിപാടിയും ചെയ്തുകൊണ്ടിരുന്നു. എല്ലാവരും ഒന്നല്ല, ചില ആളുകൾ. ഇതിനകത്ത് കഷ്ടപ്പെട്ട് സമൂഹത്തിൽ വളർന്നു വന്ന ഒരുപാട് വലിയ കലാകാരന്മാരും കലാകാരികളുണ്ട്. അവരുടെ ജീവിതം എന്താ ചോര നീരാക്കി പണിയെടുത്തെന്ന് പറയുന്ന പോലെ വർഷങ്ങളുടെ ത്യാഗത്തിൽ സ്വന്തം ശരീരവും മനസ്സും സിനിമയ്ക്ക് വേണ്ടി അർപ്പിച്ച അതുല്യ കലാകാരന്മാരുണ്ട്. അവര് നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, അവരുടെ സ്റ്റാർഡത്തിനെ ബഹുമാനിക്കുന്നു, എല്ലാത്തിനും ബഹുമാനിക്കുന്നു. പക്ഷെ അവരർഹിക്കുന്നേക്കാൾ കൂടുതൽ മലയാളികൾ കൊടുത്തു കഴിഞ്ഞു. പക്ഷെ അവരുടെ നെഞ്ചിൽ കത്തി വെച്ചുകൊണ്ട് ചില ആളുകൾ അതിൻ്റെ ഇടയിൽ കൂടെ പണികൾ നടത്തുന്നുണ്ട്. അത് മറ്റുള്ളവർക്കും കേടാണ്. ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയാം. ഞാൻ തുറന്നു പറഞ്ഞത്, എൻ്റെ കുടുംബത്തിലൊരു പ്രശ്നം വന്നാൽ ഞങ്ങളിരുന്ന് സംസാരിക്കും, പറയും ഇന്ന വിഷയം നമ്മളെ വീട്ടിൽ അത് ശരിയാവില്ല, ഇത് തിരുത്തണം എന്ന് നമ്മൾ കുടുംബത്തിൽ പറയണം. ചലച്ചിത്ര മേഖല, അമ്മ, മാക്ട, ഫെഫ്ക എല്ലാം ഞാൻ ഇതിലൊന്നും അംഗമില്ലെങ്കിലും എൻ്റെ കുടുംബമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്കാരും നമ്മളെ വേണ്ട, പക്ഷെ ഞങ്ങളൊക്കെ നിങ്ങളെ സ്വന്തം കൂടപ്പറപ്പുകളായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം പരിഹരിച്ച് ചലച്ചിത്ര മേഖല ഏറ്റവും സുതാര്യമായിട്ട് സന്തോഷമായിട്ട് ഒരു വിനോദ ഉപാധി എന്നതിലുപരി രാജ്യത്തിന്റെ നികുതിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു മേഖലയാണ് സിനിമാ മേഖല. കലാകാരന്മാർക്ക് കിട്ടുന്ന ഒരു ആദരവ് എന്ന് പറയുന്നത് ഒരാൾക്കും കിട്ടാത്തൊരു ആദരവാണ്. അത്രയും കൊടുക്കുന്ന സമൂഹത്തോട് നമുക്കൊരു കമ്മിറ്റ്മെന്റും നമുക്കൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. അത് നിങ്ങൾ കീപ്പ് ചെയ്യുക. തെറ്റ് തിരുത്തി എൻ്റെ ചലച്ചിത്ര മേഖല ഏറ്റവും ഭംഗിയായിട്ട് തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇവിടെ ഓസ്കാർ ലെവൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള അതിനും അപ്പുറം ഒരു ആദരവുണ്ടെങ്കിൽ മേടിക്കാൻ പറ്റുന്ന ചലച്ചിത്രകാരന്മാരും ആർട്ടിസ്റ്റുകളും ഇവിടെ ഉണ്ട്. ഉപയോഗപ്പെടുത്താൻ അറിയണം. പെണ്ണ് പിടിക്കാൻ വേണ്ടി മാത്രം സിനിമ എടുക്കുന്ന ആൾക്കാരെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. നല്ല സിനിമാക്കാർ ആരും ഇതിൽ പെടുന്നില്ല. പക്ഷെ നിങ്ങളെല്ലാവരും എന്നെ കാണുമ്പോൾ മുഖം വീർപ്പിക്കുന്നു, ചില ആൾക്കാർ തിരിഞ്ഞു പോകുന്നു, ചില സിനിമയെന്ന് പറഞ്ഞിരിക്കുന്ന സിനിമയെന്ന് തന്നെ ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കും. അപ്പം നിങ്ങളുടെ ഉദ്ദേശ സിനിമ അല്ലായിരുന്നോ എന്നെനിക്കൊരു സംശയമുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ നല്ല സിനിമാക്കാരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾ എങ്ങനെ വേണോ എൻജോയ് ചെയ്തോ, നിങ്ങൾ ഇത്രയും നാൾ എങ്ങനെയാണോ ജീവിച്ചോ അങ്ങനെ ജീവിച്ചോ, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ പെണ്ണുങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് അവരെ ചീറ്റ് ചെയ്തുകൊണ്ടുള്ള സിനിമ ഉണ്ടാക്കൽ ഇനി ഇവിടെ നടക്കൂല. അത് നടക്കൂല എന്ന് വെച്ചാൽ അത് ഇതേപോലെയുള്ള പരാതികളായിട്ടെങ്കിലും വന്ന് നിങ്ങൾ കേസിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് പണം വാരി എറിയാൻ പറ്റുമെങ്കിൽ എത്രത്തോളം ഇരയ്ക്ക് നീതി കിട്ടുമെന്ന് അതൊന്നും എനിക്കറിയത്തില്ല. കാരണം 7 വർഷമായ ഒരു പെൺകുട്ടി ഒരുപാട് നടക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ നമുക്കറിയത്തില്ല. അതിൽ പലരും ബലിയാടാക്കപ്പെട്ട ആളുകളാണ്. അതിൽ യഥാർത്ഥത്തിലുള്ള ഇരയും വേട്ടക്കാരനെയൊക്കെ സമൂഹം കോടതി വഴി അറിയത്തേ ഉള്ളൂ. അതിലും ഒരുപാട് കളികളുണ്ട്. ഇങ്ങനത്തെ വൃത്തികെട്ട ഗെയിമും വൃത്തികെട്ട കളികളും സിനിമയ്ക്കകത്തുനിന്ന് മാറ്റി സിനിമാ മേഖലയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെ നിങ്ങളോട് നിൽക്കും. ഞാൻ നിങ്ങളെ ശത്രുവല്ല. സോണിയ മൽഹാർ ഒരു ശത്രുവായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ കുഴപ്പമെന്ന് ഞാൻ പറയുള്ളൂ. അത് ഈ ചാനലിലൂടെ ഞാൻ ഇത്രയും സംസാരിക്കുന്നത്. കാരണം ചലച്ചിത്ര മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വേദന അത് നമുക്ക് തിരിച്ച് മാറ്റിയെടുക്കണം. കുഴപ്പക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണു അടച്ച് അവർക്ക് ഈ കൂട്ട് നിൽക്കരുത്. കൂട്ട് നിന്ന് ഇനിയും നാറത്തേ ഉള്ളൂ, ഇനിയും ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ഒരു പെണ്ണിന്റെ കണ്ണീര് കൊണ്ട് കെട്ടി ഉയർത്തിയതൊന്നും ഒരു കാലത്ത് നന്നാവാൻ പോണില്ല. അത് സിനിമ നല്ല എല്ലാ മേഖലയിലും. അപ്പൊ എന്റെ ചലച്ചിത്ര മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തന്നെ ഉറപ്പുള്ളപ്പോൾ നിങ്ങൾ അല്ല എന്ന് പറഞ്ഞ് ഞാൻ വായി മൂടി കെട്ടി ഇരിക്കത്തില്ല. അതുകൊണ്ടാണ് സത്യം മാത്രം പറയുന്നത്. നമുക്കിപ്പോ ഈ സിനിമയിൽ ആണ്, നമ്മൾ മനുഷ്യരാണ്. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് ചിലപ്പോ ഒരു ഇത് തോന്നാം, ഒരു ക്രഷ് തോന്നാം. ഇപ്പം സോണിയ മൽഹാർ എന്ന് പറയുന്ന ഒരു നടിയാണ്. ഇത്രയും നാളും മലയാള സിനിമയിലും തമിഴിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, മലയാളത്തിലാണ്. ഓക്കെ. മലയാള സിനിമയിൽ ഏതെങ്കിലും ഒരു നടനോട് ഒരു ആകർഷണം തോന്നിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ ക്രഷോട് ക്രഷായിരിക്കുമല്ലോ. നമ്മള് ചെക്കന്മാരായാലും പെണ്ണായാലും കാണുമ്പോ ഒരു ഭയങ്കര എനിക്കൊക്കെ എന്താ ദൈവമേ, ഇതൊക്കെ എന്താ നല്ല ചെക്കന്മാര്. നമ്മള് മനുഷ്യരാണല്ലോ. പെണ്ണിനും തോന്നും, പെണ്ണുങ്ങളോട് നമുക്ക് അയ്യോ നല്ല കുട്ടിയിട്ടാ, എന്ത് നല്ല കുട്ടിയാണ്, അവരോട് സംസാരിക്കാൻ, അവരോട് ആഹാരം കഴിക്കാൻ. നമ്മളൊക്കെ എത്ര കൂട്ടുകാരുണ്ട്, എത്ര ചെക്കന്മാരുണ്ട്. എല്ലാ നടന്മാരോടും നമുക്ക് ആ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഇപ്പോഴും ഓരോ പടങ്ങൾ കാണുമ്പോൾ നമുക്ക് അവരോട് സ്നേഹവും ആദരവും ക്രഷും ഒക്കെയാണ്. അത് മനുഷ്യ സഹജമല്ലേ, അതുണ്ടാവും. അതില്ല അങ്ങനെയൊന്നും ഇല്ല. നമ്മള് വേറെന്തോ ഒരു ഉലകത്തിൽ നിന്ന് വന്ന മറ്റേ ഇലുമിനാറ്റി ഒന്നും അല്ലല്ലോ. ഈ പറയാൻ പോലെ നമ്മൾ സിനിമയിൽ തന്നെ മറ്റേത് രംഗം വരുന്നാലും പുരുഷന്മാര് രഹസ്യമായിട്ടൊക്കെ ആകാം, പരസ്യമായിട്ട് നമ്മൾ അങ്ങനെ പറയത്തുമില്ല. എനിക്ക് അയാളോട് അങ്ങനൊന്നുമില്ല, എനിക്ക് എന്റെ ഭർത്താവ് ഞാൻ, അല്ലെങ്കിൽ എന്റെ വീട്ടുകാര്. അത് വെറുതെയാണ്. എല്ലാ മനുഷ്യനും നമുക്കൊരു ആകർഷണം ഉണ്ടാവും, അത് എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ നമ്മൾ കുടുംബങ്ങളെ ബാധിക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറുമ്പോഴും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് കൊടുക്കുമ്പോഴാണ് ഇത് പ്രശ്നം വരുന്നത്. അല്ലാതെ ആരാധനയോ ക്രഷോ ഇപ്പൊ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അവർ യാത്ര പോകുന്നതിനോ കറങ്ങുന്നതിനോ ഭക്ഷണം കഴിക്കുന്നതിനോ അവരുടെ ജീവിതം എൻജോയ് ചെയ്യുന്നതിനൊന്നും ഇവിടെ ആർക്കും ഒരു തടസ്സവും ഇല്ല. നമ്മള് ഉഭയകക്ഷി സമ്മതത്തോടു കൂടി ഇപ്പൊ കോടതി തന്നെ അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മുമ്പുള്ള ഒരു സ്വാതന്ത്ര്യത്തിനൊരു തടസ്സം ഇപ്പോഴില്ല. ഗവൺമെന്റ് അത് മാറ്റിയെടുത്തിട്ടുണ്ട്. 18 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും ഉഭയകക്ഷി സമ്മതത്തോടു കൂടി
സെക്സ് വരെ ആകാം എന്നുള്ള ഒരു സംഭവം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ, അത് സിനിമയിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു സെലിബ്രിറ്റികളായതുകൊണ്ടായിരിക്കാം സിനിമയുടെ കാര്യം പറയുമ്പോൾ കൂടുതലും ഈ നേരത്തെ പറഞ്ഞല്ലോ പത്രമാധ്യമങ്ങൾ ഇതിൽ ഒരു പരിധി വരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളും വീഡിയോ ക്ലിപ്പിംഗ്സുകളും, നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഇല്ല എന്ന് പറയുന്നത് കട്ട് ചെയ്ത് വേറൊരു ക്വസ്റ്റ്യൻ്റെ അവിടെ കൊണ്ടിടുകയും ആണ് എന്ന് പറയുന്നത് കട്ട് ചെയ്ത് അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ഇപ്പുറത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്യും. ടെക്നോളജി ഇത്ര ഡെവലപ്പ് ആയതുകൊണ്ട് അവർക്ക് ഒരാളിനെ തന്നെ താഴ്ത്തി കിട്ടുന്ന രീതിയിൽ എഡിറ്റിംഗ് നടത്താം. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഇങ്ങനെയുള്ള നീച വൃത്തി ചെയ്യുന്ന ഈ പത്രങ്ങളെ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളെ, എന്താണ് പറയാനുള്ളത്? ന്യൂസ് TV പോലെ അവിടുന്ന് തന്നെ ഇങ്ങനെ ഒരു ചോദ്യം വന്നതിൽ ഒരുപാട് സന്തോഷം. കാരണം അങ്ങയുടെ ചോദ്യത്തിലുണ്ട് എല്ലാം, സമൂഹത്തോടുള്ള ചോദ്യമാണ് അങ്ങ് ചോദിക്കുന്നത്. ഇതേ കാര്യങ്ങളാണ്. നമ്മൾ ഒരാളുടെ ജീവിതം തകർക്കാനായിട്ട് സോഷ്യൽ മീഡിയക്ക് സാധിക്കും ഇന്നത്തെ കാലത്ത്. സത്യസന്ധനായ ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരാൾ അതൊന്നും ഏൽക്കില്ലെങ്കിലും അവരുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ബോധിപ്പിക്കാനൊന്നും ഒരാൾക്ക് പറ്റില്ല. പല തരത്തിലുള്ള, ഇപ്പൊ 5 പേര് ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ 5 പേരുടെ മൈൻഡിലും ഒരു വീഡിയോ കൊടുക്കുന്ന ഇമ്പാക്റ്റ് വ്യത്യസ്തമായിരിക്കും. ഒരു കുടുംബം തകരാൻ അത് മതി. പിന്നെ ഒരു വ്യക്തിയെ, സമൂഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ താഴ്ത്തി കെട്ടാനും അത് മതി. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ അടുത്ത് ഒരു ചാനലിൽ ഞാൻ ചോദിച്ചു വന്നൊരു ഈ ഒരു ഇതിൻ്റെ പിന്നെ അതായത് നമ്മളൊരു ടോക്ക് ഷോയ്ക്കിടയിൽ ചോദിച്ചു വന്നത്, നിങ്ങൾക്ക് വ്യാജ ഡോക്ടറേറ്റ് ഇല്ലേ, അപ്പോൾ നിങ്ങളുടെ കൊടുത്ത പരാതി എന്നാലും വ്യാജമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് വെക്കുകയാണ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഫുൾ അതിൽ കേൾക്കുന്നില്ല. 1 മണിക്കൂർ ടോക്ക് ഷോയിൽ ലാസ്റ്റ് 5 മിനിറ്റാണ് എന്നെ അദ്ദേഹം സംസാരിക്കാൻ ചോദിച്ചത്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഒന്നാമത് ഒരു 4-5 ചാനലിൽ പോയിട്ട് തളർന്നു വന്നിരിക്കുകയാണ്. എങ്കിലും അവർ വിളിച്ചപ്പോൾ പോയതാണ്. അപ്പൊ എന്നിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി കേൾക്കാതെ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സമർത്ഥിച്ച് മിടുക്കനായ അയാള് അത് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ വരുമ്പോൾ വ്യാജ ഡോക്ടറേറ്റ് അത് തന്നെ അവർ പിറ്റേന്ന് അവർ തന്നെ കൊടുക്കാതെ ഇതാവത്തില്ല. അവർ കൊടുത്തിട്ടാവാം ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം അതെടുത്തിട്ട് വ്യാജ ഡോക്ടറേറ്റ്. ഞാൻ നിങ്ങളോട് ഈ ചാനലിലൂടെ പറയാണ്, എനിക്ക് വ്യാജ ഡോക്ടറേറ്റ് അല്ല കിട്ടിയിരിക്കുന്നത്. ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു അംഗീകാരമുള്ള ഇത്തരത്തിൽ ഡോക്ടറേറ്റ് കൊടുക്കാവുന്ന ഒരു സ്ഥാപനമാണ്. അതേപോലെ കർണാടകയിലെ ഒരു യൂണിവേഴ്സിറ്റി. 2 രാജ്യങ്ങളിൽ നിന്നും, ഒന്ന് ഇന്ത്യയിൽ നിന്നും ഒന്ന് ഇന്ത്യക്ക് പുറത്തു നിന്നും 19 വർഷമായിട്ട് ഈ നാട്ടിലെ പാവപ്പെട്ട പുഴുവരിക്കുന്ന രോഗികളുടെ മലവും മൂത്രവും കോരുന്ന എൻ്റെ സേവനത്തിന് തന്ന അംഗീകാരമാണ്. അത് ഞാൻ അങ്ങോട്ട് പോയിട്ട് മേടിച്ചൊരു സാധനമല്ല. അത് വെച്ച് നമുക്ക് ഡോക്ടർ സോണിയ മൽഹ എന്ന് ധൈര്യമായിട്ട് വെക്കണ്ടെന്ന് കോടതി പറയുന്ന ഒരു ഉത്തരവ് എൻ്റെ കൈ കിട്ടി ഞാൻ വെക്കില്ല. അതുവരെ ഞാനത് ഉപയോഗിക്കും. പിന്നെ ഇത് PhD ഡോക്ടറേറ്റ് അല്ല. ഒരു PhD എടുത്ത ഒരാളാണ് ഇതിൽ തർക്കിച്ചത്. PhD ഡോക്ടറേറ്റും ഓണററി ഡോക്ടറേറ്റും 2ആണ്. ഒരാളുടെ സേവനത്തിന് ഒരു യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാവുന്ന ഒരു സാധനമാണ് ഓണററി ഡോക്ടറേറ്റ്. അതിന് PhD നമ്മൾ ഗവേഷണം ഒന്നും പഠിക്കുകയൊന്നും വേണ്ട. പിന്നെ ഞാൻ PG കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാളാണ്. എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റേ ഉള്ളൂ. ഞാൻ SSLC തോറ്റാണെന്നൊരു ചാനലിൽ പറഞ്ഞുകൊണ്ടാണ് അതും കൂടെ പറയുന്നത്. സർട്ടിഫിക്കറ്റിന് കോപ്പി ആണെങ്കിൽ സംശയമുള്ളവർ വന്നാൽ കാണിച്ചു തരാം. പിന്നെ MAക്ക് MA ഫസ്റ്റ് ഇയർ ഞാൻ പാസ്സായിട്ടുള്ളൂ. സെക്കൻഡ് ഇയർ എനിക്ക് എൻ്റെ കുടുംബത്തിലെ ചില വിഷയങ്ങൾ കാരണം പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ല. തോറ്റുപോയതല്ല കേട്ടോ, ഞാൻ പരീക്ഷ എഴുതാൻ പറ്റാതെ പോയ ഒരാളാണ്, പഠിച്ച് മതിയാവാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഡോക്ടറേറ്റ് തന്നപ്പോൾ എനിക്ക് ആ ഒരു പേരിന്റെ മുമ്പിൽ ഞാനത് വെക്കുന്നത് സോഷ്യൽ വർക്ക് ഞാൻ അത്രയും സമൂഹത്തിന് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആരെയും പേടിക്കാതെ ആ ഡോക്ടറേറ്റ് അവിടെ വെക്കുന്നത്. പിന്നെ ഈ നമ്മൾ 2 കാര്യങ്ങളാണ് ഡോക്ടറേറ്റ് വെച്ച് ചെയ്തുകൂടാത്തത്. ഒന്ന്, PhD ഡോക്ടറേറ്റ് ആണെന്ന വ്യാജേന ഏതെങ്കിലും ജോലിക്ക് കയറാൻ പാടില്ല. ഇത് ഓണററി ഡോക്ടറേറ്റ് ആണ്, PhD അല്ല. രണ്ടാമത്തെ കാര്യം, MBBS ഡോക്ടർ എന്ന വ്യാജേന ഒരാളെ ചികിത്സിക്കാൻ പാടില്ല. ഇത് 2 നിയമത്തിന് വിരുദ്ധമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയതും എൻ്റെ ലീഗൽ അഡ്വൈസർ പറഞ്ഞു തന്ന കാര്യം. അതുകൊണ്ടാണ് വെക്കുന്നത്. ഇനി നിങ്ങൾ ആരെങ്കിലും കോടതി ഇടപെടുക, ISRO ചെയർമാൻ മാധവൻ സാറാണ് എനിക്ക് ആദ്യത്തെ ഡോക്ടറേറ്റ് സമ്മാനിക്കുന്നത്. കേരളത്തിൽ വെച്ചാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അമേരിക്കയിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വരെയാണ് ചെയ്തത്. അപ്പം അത് കണക്ട് ചെയ്ത മലയാളി ടീംസാണ്, അത് ഇവിടെ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ISRO ചെയർമാനെ പോലുള്ള ആളുകൾക്ക് എന്നേക്കാൾ അറിവുള്ള മനുഷ്യനല്ലേ, അദ്ദേഹം തന്ന അത്രയും ആദരവോടെയാണ് മേടിച്ചത്. അപ്പം നിങ്ങൾ വെറുതെ ഒരു അലിഗേഷൻ വരുന്നതിന് മുമ്പ് നോക്കുക, ഇതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം സമർത്ഥിക്കുക എന്നുള്ളതാണ് ഒന്നത്. അതുപോലെ ഞാൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പം 2-3 ഓൺലൈൻ ചാനൽ വന്നിട്ട് 2-3 ഫേക്ക് ആയിട്ടുള്ള 2 ലേഡീസാണ്. ഒന്നൊരു മുസ്ലിം പേരുള്ള ഒരാളാണ്, ഒന്നൊരു ഹിന്ദു പേരുള്ള ഡൽഹിയിലുള്ള. അവരുടെ പേര് പറഞ്ഞ് അവർക്ക് പ്രൊമോഷൻ കൊടുക്കാത്തതാണ്. കാരണം എൻ്റെ പേരിൽ ആളാവാൻ വേണ്ടി നടക്കുന്നതാണ്. അങ്ങനെ നിങ്ങളിപ്പം പേര് കൊണ്ട് സെലിബ്രിറ്റി ആവണ്ട.